ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. 10th മെയിൻസ് ഹോട്ട് ടോപ്പിക്കിൽ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. PSC എക്സാമിന് കേരളം ഭരണ സംവിധാനങ്ങളും എന്ന ഭാഗത്ത് നിന്ന് നമുക്ക് 5 മാർക്കാണ് സിലബസ് അനുസരിച്ച് അലോട്ട് ചെയ്തിരിക്കുന്നത്. അതിലൊരു ടോപ്പിക്കാണ് ദുരന്ത നിവാരണ അതോറിറ്റി. ഒരു വ്യക്തി എന്ന നിലയിലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് ഉള്ളത്. എന്തായാലും ടോപ്പിക്കിലേക്ക് കടക്കാം. ഇതൊരു വീഡിയോ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ് അല്ല, ഓഡിയോ ക്ലാസ് ആണ്. എക്സാമിനോട് അടുപ്പിച്ചുള്ള സമയമായി നമുക്കിനി അത് സ്ക്രീനും കൂടി പ്രസൻറ്റ് ചെയ്യാനുള്ള ടൈം എനിക്ക് കൂടി അവൈലബിൾ അല്ലാത്തതുകൊണ്ടാണ് ഈ രീതിയിലുള്ള ഒരു ക്ലാസ്. നിങ്ങൾ ഓൾറെഡി ഈ ടോപ്പിക്കൊക്കെ പഠിച്ചതാണെന്ന് അറിയാം. അപ്പോൾ ഇതൊന്ന് റിവൈസ് ചെയ്തെടുക്കുക എന്ന ഒരു ഉദ്ദേശം മാത്രമാണ് ഈ ഒരു ക്ലാസ്സിനുള്ളത്. പരമാവധി എല്ലാ പോയിൻറ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ക്ലാസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കേട്ട് പഠിക്കുക കേട്ടോ. ക്ലാസ്സിലേക്ക് വരാം. എന്താണ് ദുരന്ത നിവാരണം എന്നാൽ? ദുരന്ത നിവാരണം എന്നാൽ ഒരു ദുരന്തം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിവാരണം ചെയ്യുവാൻ വേണ്ടിയിട്ട് ആസൂത്രിതവും സംയോജിതവുമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുക. അതിനെയാണ് ദുരന്ത നിവാരണം എന്ന് പറയുന്നത്. ഒരു ദുരന്തമുണ്ടായാൽ അത് നിവാരണം ചെയ്യുവാൻ വേണ്ടിയിട്ട് ആസൂത്രിതവും സംയോജിതവുമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുകയും ഏകോപിപ്പിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുക. അതാണ് ദുരന്ത നിവാരണം. അപ്പോൾ ഈ പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വന്നിട്ടുള്ളത്. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഡ്യൂട്ടിയാണ് ഒരു ദുരന്തം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ നിവാരണം ചെയ്യുന്നതും അതിന് വേണ്ടിയിട്ട് കുറച്ച് ആസൂത്രിതമായിട്ടും അല്ലെ സംയോജിതമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും അല്ലേ. അപ്പോൾ അതെല്ലാം ഏകോപിപ്പിക്കുകയും സംഘടിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് ആരാണ്? ദുരന്ത നിവാരണ അതോറിറ്റിയാണ്. ലോക ദുരന്ത നിവാരണ ദിനമാണ് ഒക്ടോബർ 13. ഒക്ടോബർ 13 ലോക ദുരന്ത നിവാരണ ദിനം. ഇനി ഈ ദുരന്ത നിവാരണത്തെ ഒരു ദേശീയ പ്രാധാന്യമുള്ള ഒരു വിഷയമായി പരിഗണിച്ചുകൊണ്ട് ഇതിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നിലവിൽ വന്ന ഉന്നത അധികാര സമിതിയുണ്ട്. ഒരു ഉന്നത അധികാര സമിതി നിലവിൽ വന്നു. എന്തിനു വേണ്ടിയിട്ടാ? ഈ ദുരന്ത നിവാരണത്തിൻ്റെ ദേശീയ പ്രാധാന്യമെല്ലാം പരിഗണിച്ചുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന ഉന്നത അധികാര സമിതി. ഈ സമിതിയുടെ അധ്യക്ഷനായിരുന്നത് JC പന്താണ്. JC പന്ത് 1999 ഓഗസ്റ്റിലാണ് ഇങ്ങനെ ഒരു ഉന്നത അധികാര സമിതി രൂപീകരിക്കുന്നത്. 2001 ഗുജറാത്ത് ഭൂകമ്പം ഉണ്ടായി അല്ലേ. നമ്മളത് കേട്ടിട്ടുണ്ട്. ചെറിയ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്താണ് 2001 ഗുജറാത്ത് ഭൂകമ്പത്തിന് ശേഷം നമ്മുടെ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ മറ്റൊരു കമ്മിറ്റി ഫോം ചെയ്തു. അതാണ് ഓൾ പാർട്ടി നാഷണൽ കമ്മിറ്റി. ഓൾ പാർട്ടി നാഷണൽ കമ്മിറ്റി 2001 ഗുജറാത്ത് ഭൂകമ്പത്തിന് ശേഷം പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഫോം ചെയ്തിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് ഓൾ പാർട്ടി നാഷണൽ കമ്മിറ്റി എന്നുള്ളത്. ഇനി നമുക്ക് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ടിനെ കുറിച്ച് നോക്കാം. ദുരന്ത നിവാരണ നിയമം. ദുരന്ത നിവാരണ നിയമം 2005 ഡിസംബർ 23 നിലവിൽ വന്നത്. ദുരന്ത നിവാരണ നിയമം നിലവിൽ വന്നത് 2005 ഡിസംബർ 23. അപ്പോൾ ഇന്ത്യയിലെ ദുരന്തങ്ങളെയൊക്കെ ഫലപ്രദമായി കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ദുരന്ത നിവാരണ നിയമത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. ഈ നിയമം രാജ്യസഭ പാസാക്കിയത് 2005 നവംബർ 28 ലോകസഭ പാസാക്കിയത് 2005 ഡിസംബർ 12 ഒന്നുകൂടി പറയാം. ദുരന്ത നിവാരണ നിയമം 2005 ഡിസംബർ 23 നിലവിൽ വന്നത്. രാജ്യസഭ പാസാക്കിയത് 2005 നവംബർ 28 ലോകസഭ പാസാക്കിയത് 2005 ഡിസംബർ 12 ഈ ഒരു നിയമത്തിൽ 79 വകുപ്പുകളും 11 അധ്യായങ്ങളുമാണുള്ളത്. 79 വകുപ്പുകളും 11 അധ്യായങ്ങളുമാണ് നമ്മുടെ ഈ ദുരന്ത നിവാരണ നിയമം DMA ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്റ്റിൽ ഉള്ളത്. അപ്പോൾ ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് അനുസരിച്ചാണ് പിന്നീട് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി അല്ലെങ്കിൽ NDMA ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയും അതുപോലെ തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി SDMA അതുപോലെ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി DDMA ജില്ലാ തലത്തിലും ദുരന്ത നിവാരണ അതോറിറ്റികളൊക്കെ ഫോം ചെയ്തത് ഈ ഒരു ദുരന്ത നിവാരണ നിയമം 2005 പ്രകാരമാണ്. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി അഥവാ NDMAയിലേക്ക് വരാം. ഈ NDMAയുടെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ്. NDMAയുടെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ്. അതുപോലെ ഈ NDMA നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടി രൂപീകരിച്ചു. നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടി രൂപീകരിച്ചു. NEC നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടി രൂപീകരിച്ചു. എന്തിനു വേണ്ടിയിട്ടാണ്? ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്
നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ രൂപീകരിച്ചത്. അതുപോലെ തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്കും എന്തുണ്ട്, ഒരു സഹായക കമ്മിറ്റി ഉണ്ട്. ആ സഹായക കമ്മിറ്റിയാണ് എന്ത് പറയുക, സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി എന്ന് പറയുന്നത്. ഇനി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ആരാണ്, മുഖ്യമന്ത്രിയാണ്. ദേശീയമാണെങ്കിൽ പ്രധാനമന്ത്രിയും സംസ്ഥാനമാണെങ്കിൽ മുഖ്യമന്ത്രിയുമാണ്. ഇനി നമുക്ക് ജില്ലാ തലത്തിലുള്ള കാര്യങ്ങൾ നോക്കാം. ജില്ലാ തലത്തിൽ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ഉണ്ട്. അതിൻ്റെ അധ്യക്ഷൻ ആരാണ്, ജില്ലാ കലക്ടറാണ്. അതുപോലെ ജില്ലാ തലത്തിലുള്ള ദുരന്ത നിവാരണ അതോറിറ്റിയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും ഉണ്ട്. ഇവ മൂന്നും ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ പഠിക്കണം. അതിനു മുൻപ് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, നമ്മുടെ ദുരന്ത നിവാരണ നിയമത്തിൽ 79 വകുപ്പുകളുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ 1-2 വകുപ്പുകൾ ഞാനിവിടെ ആഡ് ചെയ്യുകയാണ്. വകുപ്പ് 14(1). വകുപ്പ് 14(1)ലാണ് എല്ലാ സംസ്ഥാന സർക്കാരുകളും ദുരന്ത നിവാരണ അതോറിറ്റിക്ക് രൂപം നൽകണമെന്ന് പറയുന്നത്. വകുപ്പ് 14(1) പ്രകാരമാണ്. വകുപ്പ് 14(1) പ്രകാരമാണ് എല്ലാ സംസ്ഥാന സർക്കാരുകളും ദുരന്ത നിവാരണ അതോറിറ്റിക്ക് രൂപം നൽകണമെന്ന് പറയുന്നത്. ഇത്തരത്തിൽ ആദ്യമായിട്ട് ഒരു ദുരന്ത നിവാരണ അതോറിറ്റിക്ക് സംസ്ഥാന തലത്തിൽ രൂപം നൽകിയത് കേരളമാണ്. ഓക്കെ, കേരളത്തിലാണ് ഏറ്റവും ആദ്യമായിട്ട് ഒരു ദുരന്ത നിവാരണ അതോറിറ്റിക്ക് രൂപം നൽകിയത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വകുപ്പാണിത് കേട്ടോ, സെക്ഷൻ 14(1). അതുപോലെ മറ്റൊരു സെക്ഷനാണ് സെക്ഷൻ 54. ഇവിടെ പറയുന്നത് എന്തെന്നാൽ, ദുരന്തത്തെയോ അതിൻ്റെ തീവ്രതയെയോ പറ്റി തെറ്റായ മുന്നറിയിപ്പ് നൽകി ജനങ്ങൾക്കിടയിൽ പരിഭ്രാന്തി സൃഷ്ടിക്കുന്നത് ശിക്ഷാർഹമായിട്ടുള്ള കാര്യമാണ്. 1 വർഷം വരെ തടവോ പിഴയോ ഒക്കെയാണ് ഇതിൻ്റെ ശിക്ഷ എന്ന് പറയുന്നത്. 1 വർഷം വരെ തടവാവാം, കൂട്ടത്തിൽ പിഴയും, ചിലപ്പോൾ രണ്ടും കൂടി ആവാം. ഇതൊക്കെയാണ് ഇതിൻ്റെ ശിക്ഷ. ദുരന്തത്തെ പറ്റിയോ അല്ലെങ്കിൽ അതിൻ്റെ തീവ്രതയോ പറ്റി തെറ്റായിട്ടുള്ള മുന്നറിയിപ്പ് നൽകി പരിഭ്രാന്തി സൃഷ്ടിക്കുന്നത് ശിക്ഷാർഹമായിട്ടുള്ള കാര്യമാണ് എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 54. ഇനി നമുക്ക് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാം. അപ്പോൾ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥാപിതമായത് 2005 മെയ് 30-നാണ്. 2005 മെയ് 30-നാണ് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥാപിതമായത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ദുരന്ത നിവാരണ നിയമം നിലവിൽ വന്നത് 2005 ഡിസംബർ 23-നാണെന്ന്. 2005 ഡിസംബർ 23-നാണ് ദേശീയ ദുരന്ത നിവാരണ നിയമം നിലവിൽ വന്നത്. അപ്പോൾ ഈ 2005-ലെ ദുരന്ത നിവാരണ നിയമത്തിലെ സെക്ഷൻ 3(1), സെക്ഷൻ 3-ൽ സബ് ക്ലോസ് 1, സെക്ഷൻ 3-ൽ സബ് ക്ലോസ് 1 അനുസരിച്ചിട്ടാണ് ഈ NDMA 2006 സെപ്റ്റംബർ 27-ന് ഔപചാരികമായിട്ട് നിലവിൽ വരുന്നത്. ക്ലിയർ ആയോ? ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥാപിതമായ വർഷം 2005 മെയ് 30-നാണ്. അതുപോലെ ദുരന്ത നിവാരണ നിയമം നിലവിൽ വന്നത് 2005 ഡിസംബർ 23-നാണ്. ഈ 2005-ലെ ദുരന്ത നിവാരണ നിയമത്തിലെ സെക്ഷൻ 3 സബ് ക്ലോസ് 1 അനുസരിച്ചാണ് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി 2006 സെപ്റ്റംബർ 27-ന് ഔപചാരികമായിട്ട് നിലവിൽ വരുന്നത്. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയാണ് ഇന്ത്യയിലെ പരമോന്നത ദുരന്ത നിവാരണ പ്രസ്ഥാനം എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിലെ പരമോന്നത ദുരന്ത നിവാരണ പ്രസ്ഥാനം എന്നറിയപ്പെടുന്നത് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി അഥവാ NDMA. അതിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. അതുപോലെ ചെയർമാൻ പ്രധാനമന്ത്രിയുമാണ്. ചെയർമാൻ ഉൾപ്പെടെ 10 അംഗങ്ങളാണ്. അതായത് 1+9 ചെയർമാനും അതുകൂടാതെ 9 അംഗങ്ങളും, മൊത്തം 10 അംഗങ്ങളാണുള്ളത്. അതുപോലെ 5 വർഷമാണ് ഇവരുടെ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയിലെ അംഗങ്ങളുടെ കാലാവധി 5 വർഷമാണ്. ഇനി ഇതിൽ നമ്മൾ ഒരു ചെയർമാൻ ഉണ്ടെന്ന് പറഞ്ഞു. അതുകൂടാതെ തന്നെ നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന അംഗങ്ങളുമുണ്ട്. അപ്പോൾ അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ്. നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന ബാക്കിയുള്ള ഈ അംഗങ്ങളിലെ ഒരാളാണ് വൈസ് ചെയർമാൻ എന്ന് പറയുന്നത്. ഓക്കെ, അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ്. നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന അംഗങ്ങളിൽ നിന്നും ഒരാളാണ് ഇതിൻ്റെ വൈസ് ചെയർമാനായിട്ട് പ്രവർത്തിക്കുന്നത്. ഇനി ഈ NDMA ആദ്യത്തെ ദേശീയ ദുരന്ത നിവാരണ പദ്ധതി കൊണ്ടുവന്നത് 2016-ലാണ്. ഇതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പറയും. ഇവർ ഈ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് കേന്ദ്ര സർക്കാരിനാണ്. ഓക്കെ, വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് കേന്ദ്ര സർക്കാരിനാണെന്ന് ഓർത്തു വയ്ക്കുക. ഇത്രയും കാര്യങ്ങളാണ് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ടത്. ഇനി നമുക്ക് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിലേക്ക് വരാം. KSDMA, കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി. അപ്പോൾ ഇത് ഫോം ചെയ്തത് 2007 മെയ് 4-നാണ്. 2007 മെയ് 4-നാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഫോം ചെയ്തത്. ഇതിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരത്ത് വികാസ് ഭവനാണ്.
നമ്മൾ പറഞ്ഞല്ലോ എന്താണ്, ഓൾറെഡി ഒരു സെക്ഷൻ പറഞ്ഞു, സെക്ഷൻ 14(1). സെക്ഷൻ 14(1)ലാണ് എല്ലാ സംസ്ഥാന സർക്കാരും ദുരന്ത നിവാരണ അതോറിറ്റിക്ക് രൂപം നൽകണമെന്ന് പറയുന്നത്. അപ്പോൾ ഈ സെക്ഷൻ 14 സബ് ക്ലോസ് 1ലാണ് ഇത്തരത്തിൽ പറയുന്നത്. അതനുസരിച്ചാണ് ഏറ്റവും ആദ്യം കേരളമാണ് ഒരു സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്ക് ഫോം ചെയ്തതെന്ന് നമ്മൾ പഠിച്ചു. ഓക്കെ, അപ്പോൾ സെക്ഷൻ 14(1) പ്രകാരമാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഫോം ചെയ്തത്. പക്ഷേ ഇപ്പോഴുള്ള ആ ഒരു ഘടനയിലേക്ക് ആ ഒരു രീതിയിൽ രൂപം കൊണ്ടത് 2013 ജൂലൈ 17-നാണ്. ഇപ്പോഴുള്ള ഘടനയിലേക്ക് മാറിയിട്ടുള്ളത് 2013 ജൂലൈ 17-നാണെന്ന് ഓർത്ത് വയ്ക്കുക. നമ്മുടെ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയിലെ പോലെ തന്നെ ഇവിടെയും 10 അംഗങ്ങളാണ് ഉള്ളത്. 10 അംഗങ്ങളിൽ ആദ്യത്തെ ആൾ ചെയർമാൻ ആരാണ്? കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. ഇത് രൂപീകരിച്ചപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി ആയിരുന്നത് വി എസ് അച്യുതാനന്ദൻ സാറിൻ്റെ സമയത്തായിരുന്നു നമ്മുടെ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഫോം ചെയ്യുന്നത്. ആദ്യത്തെ ചെയർമാൻ എന്ന് പറയുന്നത് നമ്മുടെ വി എസ് അച്യുതാനന്ദനാണ്. അതുപോലെ വൈസ് ചെയർമാൻ റവന്യൂ മന്ത്രിയാണ്. ഈ 2 പോയിന്റ്സ് കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക. ഇടയ്ക്കിടയ്ക്ക് PSC എടുത്ത് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയും വൈസ് ചെയർമാൻ റവന്യൂ മന്ത്രിയുമാണ്. അതുപോലെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ CEO ആരാണ്? സംസ്ഥാന ചീഫ് സെക്രട്ടറിയാണ് ഇതിൻ്റെ CEO എന്നുകൂടി ഓർത്തു വയ്ക്കുക. അതുപോലെ ഈ KSDMA വർഷത്തിൽ ഒരു തവണയെങ്കിലും സമ്മേളിക്കണം എന്നതാണ് ഇതിൻ്റെ റൂള്. KSDMA വർഷത്തിൽ ഒരു തവണയെങ്കിലും സമ്മേളിക്കണം. അതുപോലെ ഈ യോഗം വിളിച്ചു ചേർക്കുന്നത് റവന്യൂ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ്. KSDMA വർഷത്തിൽ ഒരു തവണയെങ്കിലും സമ്മേളിക്കണം. ഈ സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് റവന്യൂ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ്. ഇദ്ദേഹം തന്നെയാണ് ഈ KSDMAയുടെ വകുപ്പ് തലവൻ എന്ന് അറിയപ്പെടുന്നത്. റവന്യൂ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് KSDMAയുടെ വകുപ്പ് തലവൻ എന്ന് അറിയപ്പെടുന്നത്. ഇനി ഇതിൻ്റെ CEO നമ്മൾ പറഞ്ഞു ആരാണ്? സംസ്ഥാന ചീഫ് സെക്രട്ടറി ആണെന്ന് പറഞ്ഞു അല്ലേ. ഇനി അതുകൂടാതെ എക്സ് ഒഫീഷ്യോ അംഗങ്ങളും ഉണ്ട്. ആരൊക്കെയാണ് ഇതിലെ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ? ഓർത്ത് വയ്ക്കുക, ഇത് PSCയുടെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഈ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ, KSDMAയിലെ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ ആഭ്യന്തര വിജിലൻസ് വകുപ്പ് മന്ത്രി, കൃഷി മന്ത്രി, ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി, റവന്യൂ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി, അതുകൂടാതെ സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെൻറ്ററിൻ്റെ ഹെഡ് സയൻറ്റിസ്റ്റ്. ഓക്കെ, സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെൻറ്ററിൻ്റെ ഹെഡ് സയൻറ്റിസ്റ്റ് ഇദ്ദേഹമാണ് ഇവിടുത്തെ മെമ്പർ സെക്രട്ടറി കേട്ടോ. അപ്പോൾ ഈ എക്സ് ഒഫീഷ്യോ അംഗങ്ങളിൽ ഉള്ള 5 പേരെയാണ് നമ്മൾ പറഞ്ഞത്. 5 എക്സ് ഒഫീഷ്യോ അംഗങ്ങളാണുള്ളത്. ആരൊക്കെയായിരുന്നു? ആഭ്യന്തര വിജിലൻസ് വകുപ്പ് മന്ത്രി, കൃഷി വകുപ്പ് മന്ത്രി, അതുപോലെ ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി, റവന്യൂ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി, അവസാനത്തെ മെമ്പർ സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെൻറ്ററിൻ്റെ ഹെഡ് സയൻറ്റിസ്റ്റ്. ഇദ്ദേഹമാണ് ഇതിലെ മെമ്പർ സെക്രട്ടറി എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇതിൽ ഉൾക്കൊള്ളുന്ന വകുപ്പുകൾ ഏതൊക്കെയാണെന്നൊരു ചോദ്യം PSC ചോദിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ആഭ്യന്തര വകുപ്പ്, കൃഷി വകുപ്പ്, റവന്യൂ വകുപ്പ് കേട്ടോ. എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് വരുന്ന വകുപ്പുകൾ ഏതൊക്കെയാണെന്നാണ് PSC ചോദിച്ചത്. ആഭ്യന്തര വകുപ്പ്, കൃഷി വകുപ്പ്, റവന്യൂ വകുപ്പ്. ക്ലിയർ ആയല്ലോ. ഇനി ഈ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ ഒഴികെയുള്ള ബാക്കി അംഗങ്ങളുണ്ടല്ലോ, അവരുടെ കാലാവധി 3 വർഷമാണ്. നമ്മൾ പറഞ്ഞു ഓൾറെഡി 10 അംഗങ്ങളാണ്, ഒരാൾ ചെയർമാനാണ്, പിന്നെ 5 എക്സ് ഒഫീഷ്യോ അംഗങ്ങളുണ്ട്. ഈ 5 എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ ഒഴികെയുള്ള ബാക്കി അംഗങ്ങളുടെ കാലാവധി 3 വർഷമാണ് എന്നുകൂടി ഓർത്തു വയ്ക്കും. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് നമ്മൾ പറഞ്ഞു? കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആസ്ഥാനം തിരുവനന്തപുരത്ത് വികാസ് ഭവനാണ്. അതുപോലെ അതിൻ്റെ മോട്ടോ സുരക്ഷായനം എന്നുള്ളതാണ്. ടുവേർഡ്സ് എ സേഫർ സ്റ്റേറ്റ് എന്നുള്ളതാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മോട്ടോ, സുരക്ഷായനം. ഓക്കെ, ഇനി അതിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? KSDMAയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ സംസ്ഥാനത്തിന് ഒരു ദുരന്ത നിവാരണ നയം രൂപീകരിക്കുക, അതുപോലെ പ്രകൃതി ദുരന്ത സാധ്യതയുള്ള മേഖലകൾ നിർണ്ണയിക്കുക, വിവിധ വകുപ്പുകളെ ഉൾപ്പെടുത്തി ദുരന്ത നിവാരണ പദ്ധതികൾ ആസൂത്രണം ചെയ്യുക. KSDMAയുടെ 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലക്ഷ്യങ്ങളാണ് സംസ്ഥാനത്തിന് ഒരു ദുരന്ത നിവാരണ നയം രൂപീകരിക്കുക എന്നുള്ളത്. അതുപോലെ പ്രകൃതി ദുരന്ത സാധ്യതയുള്ള മേഖലകൾ നിർണ്ണയിക്കുക, വിവിധ വകുപ്പുകളെ ഉൾപ്പെടുത്തി ദുരന്ത നിവാരണ പദ്ധതികൾ ആസൂത്രണം ചെയ്യുക. ഈ KSDMAയുടെ ലോഗോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു സർക്കിള്, ആ സർക്കിളിൽ 24 സ്പോക്കുകൾ ഉണ്ടായിരിക്കും. അതിനുള്ളിൽ 2 കൈ പോലെ, ആ 2 കൈയുടെ നടുക്കായിട്ട് ഒരു
കേരളത്തിൻ്റെ മാപ്പ്. ഇതാണ് KSDMAയുടെ ലോഗോ. അപ്പോൾ ഇതിൽ 24 സ്പോക്കുകളുണ്ട്. അപ്പോൾ ഈ സ്പോക്കുകൾ എന്ന് പറയുമ്പോൾ 24 സ്പോക്ക് എന്ന് പറഞ്ഞിരിക്കാൻ 24 അവേഴ്സും നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ 24 സ്പോക്കുകളുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ലോഗോ അതിനുണ്ടെന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. ഓൾറെഡി നമ്മൾ പറഞ്ഞു ഈ KSDMAയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സമിതിയുണ്ട്, സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി, സംസ്ഥാന കാര്യനിർവഹണ സമിതി എന്നൊരു സമിതി ഉണ്ട് എന്ന് പറഞ്ഞു അല്ലേ. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയെ സഹായിക്കാൻ വേണ്ടിയിട്ട് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി എന്നൊരു കമ്മിറ്റി ഉണ്ട്. അപ്പോൾ അതിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഈ KSDMAയുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തനങ്ങളെല്ലാം ഏകോപിപ്പിച്ച് കൊണ്ടുപോവുക, അതുപോലെ KSDMAയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പതിവ് തീരുമാനങ്ങളൊക്കെ കൈക്കൊള്ളുക, അതുപോലെ ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക കാര്യങ്ങളിൽ ഗവൺമെൻറ്റിനെ ഉപദേശിക്കുക. ഇതൊക്കെയാണ് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ഒരു ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? നമുക്ക് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയെക്കുറിച്ച് നോക്കാം. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അഥവാ ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി DDMA 2016 മാർച്ച് 5-നാണ് DDMA നിലവിൽ വരുന്നത്. ദുരന്ത നിവാരണ നിയമത്തിൽ 79 വകുപ്പുകളുണ്ടെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതിലെ സെക്ഷൻ 25 സബ് ക്ലോസ് 1 അനുസരിച്ചാണ് ഈ DDMA ഒക്കെ ഫോം ചെയ്തിട്ടുള്ളത്. DDMAയുടെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ജില്ലാ കളക്ടറാണ്. അതുപോലെ കോ ചെയർപേഴ്സൺ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാണ്. ഓക്കെ, ജില്ലാ തലത്തിലാണ്. അപ്പോൾ അതിൻ്റെ ചെയർപേഴ്സൺ ജില്ലാ കളക്ടറും കോ ചെയർപേഴ്സൺ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാണ്. ഭരണപരമായി കാര്യങ്ങൾ, ഇതിൻ്റെ ഈ DDMAയുടെ ഭരണപരമായിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ജില്ലാ കളക്ടറേറ്റിലെ പ്രകൃതി ദുരന്ത വിഭാഗമാണെന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, DDMAയിലെ ഭരണപരമായിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഈ ജില്ലാ കളക്ടറേറ്റിലെ പ്രകൃതി ദുരന്ത വിഭാഗമാണെന്ന് പ്രത്യേകം ഓർത്ത് വയ്ക്കുക. ഈ SDMA ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്കൊരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ട്, സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി. ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് പറയാം. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ILDM, അതായത് ദുരന്ത നിവാരണത്തിൽ പങ്കാളികളാകുന്നവർക്ക് പരിശീലനം നൽകാൻ വേണ്ടിയിട്ട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരം ഫോം ചെയ്ത തിരുവനന്തപുരം ആസ്ഥാനമായിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്. ക്ലിയർ ആണല്ലോ? ദുരന്ത നിവാരണത്തിൽ പങ്കാളികളാകുന്നവർക്ക് പരിശീലനം നൽകാൻ വേണ്ടിയിട്ട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ NIDMൻ്റെ നിർദ്ദേശപ്രകാരം തിരുവനന്തപുരം ആസ്ഥാനമായി ഫോം ചെയ്ത ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അഥവാ ILDM. ഇത് 1996 റവന്യൂ വകുപ്പിൽ സ്വയംഭരണ പരിശീലന കേന്ദ്രമായിട്ട് നിലവിൽ വന്നൊരു സ്ഥാപനമായിരുന്നു. എന്നാൽ 2007 ആയപ്പോഴാണ് ഇതിൻ്റെ പേര് ILDM എന്നാക്കി മാറ്റിയത്. എന്താണ് പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ്സ് അസസ്മെൻറ്റ് PDNA? പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ്സ് അസസ്മെൻറ്റ് എന്നാൽ ദുരന്താനന്തര പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ ദുരന്തത്തിൽ എന്തോരം നാശനഷ്ടങ്ങൾ ഉണ്ടായി, അപ്പോൾ അതെല്ലാം നികത്തി പുനഃസൃഷ്ടി നടത്തുക എന്ന ഉദ്ദേശമാണ് ഈ PDNA അല്ലെങ്കിൽ പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ്സ് അസസ്മെൻറ്റിന് ഉള്ളത്. അതായത് യൂറോപ്യൻ യൂണിയനും ലോക ബാങ്കും UN ചേർന്ന് 2008 ഇങ്ങനെ ഒരു പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ്സ് അസസ്മെൻറ്റിന് രൂപം നൽകിയത്. ദുരന്താനന്തര പ്രവർത്തനങ്ങൾ നടത്തുവാനും ദുരന്തത്തിലുണ്ടായ നാശനഷ്ടങ്ങളെല്ലാം നികത്തി അവയെല്ലാം പുനഃസൃഷ്ടി നടത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് യൂറോപ്യൻ യൂണിയനും ലോക ബാങ്കും UN ചേർന്ന് 2008 പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ്സ് അസസ്മെൻറ്റിന് തുടക്കം കുറിച്ചത്. നമ്മുടെ കേരളത്തിൽ 2018 ഓഗസ്റ്റിൽ മഹാപ്രളയം ഉണ്ടായി അല്ലേ? അപ്പോൾ അതിനുശേഷം കേരളത്തിലും ഇങ്ങനെ ഒരു പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ്സ് അസസ്മെൻറ്റിന് തുടക്കം കുറിച്ചു. കേരളത്തിൽ PDNAക്ക് തുടക്കം കുറിച്ചത് 2018 സെപ്റ്റംബർ 18-നാണ്. 2018 സെപ്റ്റംബർ 18-നാണ് കേരളത്തിൽ PDNA പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ്സ് അസസ്മെൻറ്റിന് തുടക്കം കുറിച്ചത്. എങ്കിലും കേരളത്തിൽ 2018 വെള്ളപ്പൊക്ക ദുരന്തമുണ്ടായപ്പോൾ ഈ ദുരന്താനന്തര ആവശ്യകത വിലയിരുത്തിയത് ലോക ബാങ്കാണെന്ന് പ്രത്യേകം ഓർത്തു വയ്ക്കുക. ലോക ബാങ്കാണ് കേരളത്തിലെ 2018 മഹാപ്രളയത്തിന് ശേഷമുണ്ടായ ദുരന്താനന്തര ആവശ്യകത വിലയിരുത്തിയത് ലോക ബാങ്കാണ്. നമ്മൾ 2018 മഹാപ്രളയം ഉണ്ടായില്ലേ, അതുമായി ബന്ധപ്പെട്ട ഒരു സിനിമ
റിലീസായിട്ടുണ്ടല്ലോ. ഏതാണ് സിനിമ? 2018 എന്ന പേരുള്ള സിനിമ. ജൂഡ് ആൻ്റണി സംവിധാനം ചെയ്ത 2018 എന്ന ഫിലിം. ഇനി കേരളത്തിലെ മറ്റു വെള്ളപ്പൊക്കങ്ങൾ ഏതൊക്കെയാണ്? മറ്റു വെള്ളപ്പൊക്കങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിൽ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ കേരളത്തിലുണ്ടായിട്ടുള്ള ഏറ്റവും പഴക്കം ചെന്ന വെള്ളപ്പൊക്കമാണ് CE 371 നടന്ന വെള്ളപ്പൊക്കം. CE 371 കേരളത്തിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും പഴക്കം ചെന്ന വെള്ളപ്പൊക്കം എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇനി ഭൂകമ്പത്തോടനുബന്ധിച്ച് 1341 കേരളത്തിൽ വെള്ളപ്പൊക്കം ഉണ്ടായത്രേ. ഭൂകമ്പത്തോടനുബന്ധിച്ച് 1341 കേരളത്തിൽ വെള്ളപ്പൊക്കം ഉണ്ടായി. ഇതിനെക്കുറിച്ച് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ഗ്രീക്ക് പണ്ഡിതനായ പ്ലീനിയുടെ നാച്ചുറൽ ഹിസ്റ്ററി എന്ന പുസ്തകത്തിൽ ഈ ഒരു ഭൂകമ്പത്തിനോടനുബന്ധിച്ചുണ്ടായ 1341 വെള്ളപ്പൊക്കത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഇനി മറ്റൊന്നാണ് 99 വെള്ളപ്പൊക്കം. കൊല്ലവർഷം 1099. കൊല്ലവർഷം 1099 നടന്ന വെള്ളപ്പൊക്കമാണ് 99 വെള്ളപ്പൊക്കം എന്ന് പറയുന്നത്. ഇംഗ്ലീഷ് വർഷം 1924. പിന്നീട് നമ്മൾ പറഞ്ഞ മഹാപ്രളയം 2018 ഓഗസ്റ്റിലാണ് അവസാനമായിട്ട് കേരളത്തെ വിഴുങ്ങിയ പ്രളയം ഉണ്ടായത്. ഇനി കുറച്ച് ഉരുൾപൊട്ടലുകൾ നോക്കാം. കേരളത്തിലെ ഉരുൾപൊട്ടലുകൾ. അമ്പൂരി എവിടെയാണ്? തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത് അമ്പൂരിയിലുണ്ടായ ഉരുൾപൊട്ടലിനെ കുറിച്ച് SCERT ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ അമ്പൂരി എവിടെയാണെന്ന് ഓർത്ത് വെക്കുക, തിരുവനന്തപുരത്താണ്. ഇനി പുല്ലൂരാമ്പാറ കോഴിക്കോട് ജില്ലയിലാണ്. കവളപ്പാറ മലപ്പുറം ജില്ലയിലും പുത്തുമല വയനാട്ടിലുമാണ്. കവളപ്പാറ മലപ്പുറം ജില്ല, പുത്തുമല വയനാട്. ഇനി ഇടുക്കിയിൽ 2 ഉരുൾപൊട്ടലുകൾ ഉണ്ടായിട്ടുണ്ട്. പെട്ടിമുടിയും കൊക്കയാറും. കൊക്കയാർ ഇവ രണ്ടും SCERT പറയുന്ന കാര്യങ്ങളാണ്. അതുപോലെ കൂട്ടിക്കൽ ഉരുൾപൊട്ടലുണ്ടായി അല്ലേ? അത് കോട്ടയം ജില്ലയിലാണ് കൂട്ടിക്കൽ, ഓർത്ത് വയ്ക്കുക. ഇത്രയും കാര്യങ്ങളാണ് SCERT ടെക്സ്റ്റ് ബുക്കിൽ നമ്മുടെ ഈ വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ട് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് പറയുന്ന സ്ഥലങ്ങളൊക്കെ. അപ്പോൾ അതൊന്ന് ഓർത്ത് വയ്ക്കുക. പ്ലീനിയുടെ ബുക്കിൻ്റെ പേര് ഓർത്ത് വയ്ക്കുക, നാച്ചുറൽ ഹിസ്റ്ററി എന്നത്. ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഈ ഭാഗത്ത് പഠിച്ചു വെക്കേണ്ടത്. ഇതൊരു ഓഡിയോ ക്ലാസ് ആണെന്നുള്ളത് കൊണ്ട് നിങ്ങൾ പരിഭവം പറയരുത്. എൻ്റെ സമയക്കുറവ് കൊണ്ടാണ്. പ്രിപ്പയർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സ്ക്രീനും കൂടി ഇൻക്ലൂഡ് ആക്കുമ്പോൾ നമ്മൾക്കൊരു ഇരട്ടി സമയം അതിനാവശ്യമായിട്ട് വരും. നിങ്ങളിതൊന്ന് റിവൈസ് ചെയ്തെടുക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമേ എനിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പഠനത്തിൽ വിരസത അനുഭവിക്കുന്ന സമയത്തൊക്കെ ഇത് ജസ്റ്റ് കേട്ടൊന്ന് പഠിക്കുക. 1-2 പ്രാവശ്യം കേൾക്കുമ്പോഴേക്കും നിങ്ങൾ പഠിക്കും. ഓൾറെഡി നിങ്ങളുടെ കയ്യിൽ ഇതിൻ്റെ എന്തെങ്കിലും സോഴ്സ് ഉണ്ടെങ്കിൽ അതുകൂടി നിവർത്തി വെച്ച് കേൾക്കുക കേട്ടോ. സമയക്കുറവ് കൊണ്ടാണ് നമ്മളിങ്ങനെ ഓഡിയോ ക്ലാസ് ആയിട്ട് ഒതുക്കുന്നത്. ഇനി നമ്മുടെ ലാബ് അസിസ്റ്റൻ്റ് എക്സാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ സ്ക്രീന് കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും തരാം. അപ്പോൾ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് തുടർന്ന് ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി എത്തിക്കുക. നിങ്ങളുടെ ലൈക്സും കമൻസും എല്ലാം പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.